തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തകൃതിയായി ഓരോ മുന്നണിയിലും രാഷ്ട്രീയ പാർട്ടികളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ധാരണ ഈ കാര്യങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇനിയും തീരുമാനങ്ങളാകാനും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഇത്തവണ ഒന്നിലേറെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമോ എന്നത്. മറിയ ഉമ്മനെ കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ വലിയ രീതിയിൽ ഉണ്ടായത്. ചാണ്ടി ഉമ്മൻ തന്നെ ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ ചാണ്ടി ഉമ്മൻ നൽകുന്നുണ്ട്. അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ്ട് തള്ളിക്കളയുന്ന തരത്തിലാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ചോദ്യം ഉയരുന്നു പോലുമില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. ആ ചോദ്യം ഉയർന്നാൽ പാർട്ടി തന്നോട് ആ കാര്യങ്ങൾ ചോദിച്ചാൽ അപ്പോൾ ഉത്തരം പറയും എന്നതാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ന്യൂസ് 18 കേരളത്തിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ചാണ്ടി ഉമ്മന്റെ ഈ പ്രതികരണം. അപ്പോൾ ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ കേൾക്കാം. ഇത്തവണ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മൻ അല്ലാണ്ട് മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടാകും? അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അങ്ങനൊരു ചോദ്യം ഇപ്പം റൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. സാധ്യതകൾ അങ്ങനെ പ്രചരിക്കുന്നു. ചോദ്യം ഇപ്പം അങ്ങനെയില്ല. ചോദ്യം വരുമ്പോൾ ഉത്തരം കിട്ടും. ചോദ്യം എന്നോട് പാർട്ടി ചോദിക്കും, അപ്പോൾ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നതിന് ചാണ്ടി ഉമ്മൻ അനുകൂലിക്കുന്നുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ചോദ്യം വരട്ടെ, അപ്പോൾ ഞാൻ മറുപടി കൊടുക്കും. ഉമ്മൻചാണ്ടിക്ക് അത് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നതാണ് കേരള സമൂഹത്തിന് അറിയാവുന്നത്. അത് ചാണ്ടി ഉമ്മന്റെ പോലും അവസരങ്ങൾ ചില സമയം ചാണ്ടി ഉമ്മൻ ആഗ്രഹിച്ച സമയങ്ങളിൽ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും, പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതേമാണ് ശരി. അതേ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ലെന്ന് ചോദിച്ചാൽ അത്ര ശരിയല്ല. അപ്പോൾ അതിൽ വിട്ടുവീഴ്ച അല്ലെങ്കിൽ അതിൽ നിന്നൊരു മാറി ചിന്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ്, ശരിയല്ല ചോദിച്ചാൽ അത്ര ശരിയല്ല. ഈ കാര്യങ്ങൾ വീട്ടിൽ സംസാര വിഷയമാകാറുണ്ടോ? അത് ഇപ്പൊ അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ചർച്ച വരുമ്പോ അപ്പോൾ CPM-ൽ ഇത്തവണ കുടുംബാധിപത്യം ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കണ്ണൂർ സീറ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വല്ല പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഇഷ്ടമുള്ളവരെ തീരുമാനിക്കട്ടെ. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം അവരുടെ രീതി അങ്ങനെ. അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കാം. ആരും മത്സരിച്ചാലും അവരൊരു ന്യായീകരണം കൊണ്ടുവരും. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ ആരെങ്കിലും മത്സരിച്ചാലേ പ്രശ്നം വരുന്നുള്ളൂ. ആര് വേണം മത്സരിപ്പിച്ചാൽ ഞാൻ അഭിപ്രായം പറയുന്നത് അവരുടെ പാർട്ടിയുടെ ഇൻറ്റേർണൽ മാറ്ററാണ്. അവർക്ക് ആരെ വേണം മത്സരിപ്പിക്കുക. ഞാൻ ഫുൾ ഫ്രീഡം ഞാൻ എന്നെ തന്നെ കൊടുക്കുക അവർക്ക്. കാരണം ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. അവിടെ എതിർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ അല്ലാതിരിക്കണം, അങ്ങനെ ആകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ അത്? അവർ ഇഷ്ടമുള്ള ചെയ്തോട്ടെന്നേ. അവരുടെ പാർട്ടിയല്ലേ. അവരുടെ പാർട്ടിക്ക് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതേ കാര്യം മറ്റൊരു പാർട്ടിക്കാർ ചെയ്താൽ അതിന് ന്യായീകരണമായിട്ട് വരും. അപ്പോൾ അതിനുള്ള സാധ്യതകൾ പൂർണ്ണമായും എന്തായാലും ചാണ്ടി ഉമ്മൻ തള്ളിക്കളയുന്നില്ല. ഏതിനുള്ള സാധ്യത? ഒരാൾ കൂടി വീട്ടിൽ നിന്ന് കുടുംബത്തിൽ നമ്മൾ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? CPM-ന്റെ കാര്യമല്ലേ പറഞ്ഞത്? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ മത്സരിപ്പിക്കുക. അവരുടെ പാർട്ടി സെക്രട്ടറിയോ അവരുടെ നേതാക്കന്മാരുടെ കുടുംബങ്ങളിൽ നിന്നോ ആർക്ക് വേണേൽ മത്സരിപ്പിച്ചുകൂടെ? അവർക്ക് ഈസി ആയിട്ട് ജയിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, CPM മത്സരിപ്പിച്ചോട്ടെ. ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യത ചാണ്ടി ഉമ്മൻ തള്ളുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ആരെത്തിയിട്ട് പാലം അന്വേഷിക്കുന്നില്ല. ആറെത്തിയിട്ട് പാലം അന്വേഷിച്ചാൽ മതി എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതിനെ ഇപ്പോൾ ഒരു തരത്തിലും ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമായി കാണുന്നില്ല. അത്തരമൊരു ചർച്ച എവിടെയും ഉയരുന്നില്ല എന്ന് പറയുന്നു. വീട്ടിൽ അത്തരമൊരു ചർച്ച ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് പാടെ തള്ളുകയാണ്. അപ്പോൾ എന്താണോ ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മന്റെ നിലപാട് അത് പ്രകടമാക്കുന്ന തരത്തിൽ തന്നെ അതിനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ ഇന്റർവ്യൂവിൽ ചാണ്ടി ഉമ്മൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. മറ്റ് ചില കാര്യങ്ങളിലുള്ള തുറന്നു പറച്ചിൽ കൂടി ചാണ്ടി ഉമ്മൻ നടത്തുന്നുണ്ട്. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിലിനോടുമുള്ള അഭിപ്രായ വ്യത്യാസം തുറന്നു പറയുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടും മരണത്തിന് മുൻപും ഉടലെടുത്തതാണ് അവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നത് ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളാണുള്ളത്, അത് വ്യക്തിപരമല്ല എന്ന് പറയുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം തേടേണ്ടതായിരുന്നുവെന്നും അതിൽ കൂടുതൽ താനൊന്നും പറയുന്നില്ല എന്നും കൂടി ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട്. പറയാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ അത് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ചോദ്യങ്ങളോടും
ചിലതിൽ മൗനം പാലിച്ചും ചിലതിൽ ഒരു പ്രതികരണവും ഇല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടുമൊക്കെയാണ് ചാണ്ടി ഉമ്മൻ്റെ സമീപനം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു തുറന്നു പറച്ചിൽ തന്നെ ചാണ്ടി ഉമ്മൻ നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും. ഇല്ല, അദ്ദേഹം പാർട്ടിക്കകത്തില്ലല്ലോ. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, അദ്ദേഹം മാറ്റി നിർത്തി. ഇതിൻ്റെ അപ്പുറം കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആണോ ചാണ്ടി ഉമ്മനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അകറ്റിയ ഘടകം? അല്ല, അതും ഇതുമായിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനൊന്നും അതൊന്നും അറിവില്ലല്ലോ. ഇതിനകത്തുള്ള ഞങ്ങൾ പൊളിറ്റിക്കലി 2 സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിൻ്റെ ഡെത്തുമായി ബന്ധപ്പെട്ട് ആ സമയത്ത്, അല്ലെങ്കിൽ ഡെത്തിന് തൊട്ട് മുമ്പ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ അതിൻ്റെതായ ഇഷ്യൂസാണ്, അല്ലാതെ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ്. അതിൽ ഇതുമായിട്ടൊന്നും കണക്ട്. അപ്പോൾ ആ ഇഷ്യൂസ് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അല്ല, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് അത് രാഹുലുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. രാഹുലുമായിട്ടോ ഷാഫിയായിട്ടോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. അത് എൻ്റെ ഫാദറിനോടൊപ്പം ഉള്ളവരോടുള്ള മൊത്തത്തിലുള്ള ഒരു ഡിഫറൻസ് ഒപ്പീനിയനാണ്. അത് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് അതിനു മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങി. ഉമ്മൻചാണ്ടി ആയിരുന്നു ഈ വിഷയത്തിൽ ശരി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം എ ഗ്രൂപ്പിൻ്റെ നോമിനിയായി രാഹുൽ മാങ്കൂട്ടത്തിനെ ആയിരുന്നില്ല ഉദ്ദേശിച്ചിരുന്നത്, നിർദ്ദേശിച്ചത് മറ്റ് JS അഖിലിനെ ആയിരുന്നു. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ആയിരുന്നു ശരി എന്ന് താങ്കൾ കരുതുന്നു? അതാണ് ഈ അകൽച്ചയുടെ പ്രധാന കാരണം. ഞാൻ ഒന്നും കമന്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പീനിയൻ എടുക്കേണ്ടതായിരുന്നു, അത്രേ പറയൂ. ഞാൻ ഫർദർ കമന്റ് ഇല്ല. നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ വെള്ളം ഒഴുകിപ്പോയി, ഇനി അതിനെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. ആ ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഞാൻ ഫർദർ കമന്റ് ചെയ്യുന്നു. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആരോപണം ശക്തമായി വരുന്നൊരു ദിവസം കൂടിയാണ്. അതേസമയം നേരത്തെ സോളാർ കേസിൽ ഗണേഷ് കുമാറിൽ നിന്ന് നീചമായ പ്രവൃത്തികളാണ് ഉണ്ടായതെന്ന ഒരു ആരോപണം ചാണ്ടി ഉമ്മൻ നടത്തുകയും അതിൽ ഗണേഷ് കുമാർ പ്രതികരിച്ച് രംഗത്ത് വരുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ചാണ്ടി ഉമ്മൻ ഈ നമ്മൾക്ക് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞത്. നിയമമെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. ഉമ്മൻചാണ്ടി തന്റെ കുടുംബം തകർത്തുവെന്ന ഗണേഷിന്റെ ആരോപണം അത് മനസാക്ഷിയോട് അദ്ദേഹം ചോദിക്കണം. മനസാക്ഷിയുടെ ഉത്തരം എന്തായാലും ഗണേഷ് കുമാർ പുറത്തു പറഞ്ഞതായിരിക്കില്ല എന്നതാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരുക്കങ്ങളാണ് പല മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് പത്തനാപുരത്തെത്തി ഗണേഷ് കുമാറിനെതിരായ ഒരു പരാമർശം സോളാർ കേസുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ നടത്തുന്നത്. ആ വിഷയത്തിൽ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമായിരുന്നു. അങ്ങനെ ഒരു സമയവും സാഹചര്യവും ബോധപൂർവം തെരഞ്ഞെടുത്തതാണ്. പത്തനാപുരത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഇലക്ഷന് പോയി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ ഇലക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. നിലമ്പൂരിന് മുമ്പ് ഞാൻ പ്രചരണം നടത്തിയിട്ടുണ്ട് ഇതേപോലെ തന്നെ. എത്രയോ വർഷമായിട്ട് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ്. അതേപോലെയുള്ളതും ഞാനിതിനു മുമ്പ് തന്നെ ഇത് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇച്ചൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്തി, മാത്രമേ ഉള്ളൂ. കാരണം ഗണേശൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു ഫാദറിൻ്റെ എൽഡർ ബ്രദറായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ഒരാളാണ് ഉള്ളു സാർ. അദ്ദേഹത്തിൻ്റെ അമ്മയും അതേപോലെ എൻ്റെ മദറുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ഗണേശനെയും ഞാൻ എന്താ പറയുക, ഒരു ഹൈ റിഗാർഡിൽ വെച്ചിരുന്നതാണ്. ഞങ്ങളൊരു NDUCയുടെ ഒക്കെ ഒരു പ്രശ്നം അദ്ദേഹമായിട്ട് ഞാൻ ടേക്കപ്പ് ചെയ്തു, അതൊക്കെ ചെയ്തായിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഞാൻ പറഞ്ഞു. ഇത്രയും അടുപ്പം ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതേപോലൊരു കാര്യം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നിയമം പ്രൂവ് ചെയ്യട്ടെന്നേ, ഞാനതിനെക്കുറിച്ച് ഞാനൊരു കമൻറ്റ് പറയുന്നില്ല. ബാക്കിയൊന്നും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, ഒരാളും ജഡ്ജ് ചെയ്യുന്നില്ല. ശ്രീ ഗണേഷ് കുമാറടക്കം ആരെയും ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് തരേണ്ട നിയമമാണ്, നിയമം പറയട്ടെ. ഗണേഷ് കുമാർ ശക്തമായ ഭാഷയിലാണ് അതിനെതിരെ രംഗത്ത് വന്നത്. അദ്ദേഹത്തിന്റെ മക്കളെയും കുടുംബത്തെയും ആകെ നശിപ്പിച്ച വ്യക്തിയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ആ വിവാദം അവിടെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. മനസാക്ഷിയോട് ചോദിക്കട്ടെ, ജനങ്ങൾ കാണുന്നുണ്ട്. ആ വിവാദം അവിടെ അവസാനിപ്പിക്കാനാണോ താല്പര്യം? അല്ല, വിവാദമൊന്നുമില്ല. ചില ഫാക്ട്സ് കേരള സമൂഹത്തിന് മുന്നിലുണ്ട്, കേരളത്തിലുള്ള എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടാൽ ആ ഉത്തരം അതായിരിക്കില്ല. മനസാക്ഷി പറയുന്ന ഉത്തരം അതായിരിക്കില്ല, ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, അത് കഴിഞ്ഞു. നമുക്കിനി അതിനെക്കുറിച്ചൊരു ടോപ്പിക്കിൻ്റെ ആവശ്യമില്ല. ആ ഡിസ്കഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തുമോ? അല്ല, ജനങ്ങളെല്ലാം കാണും, എല്ലാം കാണുന്നുണ്ട്. പത്തനാപുരത്ത് ഗണേഷിനെ ബാധിക്കുമോ? അതിലേക്കൊന്നും ഞാൻ കമന്റ്, ജനങ്ങളല്ലേ കാണുന്നത്, ജനങ്ങൾ തീരുമാനിക്കും.
ഇപ്പോൾ സോളാർ കേസ് പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ മറുപടി. എന്തായാലും ഇപ്പോൾ ഗണേഷിന് മറ്റു ചില വിഷയങ്ങൾ കൂടി നേരിടേണ്ടി വരുന്ന സമാനമായ തരത്തിലുള്ള മറ്റു വിഷയങ്ങൾ കൂടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. എന്തായാലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിച്ചുകൊണ്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിക്കൊണ്ടൊക്കെയാണ് ചാണ്ടി ഉമ്മൻ വളരെ ബുദ്ധിപരമായി മറുപടികൾ പറയുന്നത്. മിണ്ടാതെ മിണ്ടി ചാണ്ടി എന്നതാണ് ഈ അഭിമുഖം. നമുക്ക് ഇതിന്റെ പൂർണ്ണ രൂപം 9:30 ചാനലിൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.